ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നമുക്ക് തേങ്ങയില്ലാതെ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തേങ്ങ പെട്ടെന്ന് കഴിഞ്ഞു പോയി വാങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഇല്ലാതെയും നമുക്ക് അപ്പം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയില്ലാതെ അപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി ഏകദേശം ഒരു 1.5 കപ്പ് പച്ചരി ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു 1/2 കപ്പ് ചവ്വരി, അതായത് 1.5 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അളവെടുക്കുന്നത് അതിൻ്റെ പാതി വേണം ചവ്വരി എടുക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 ടീസ്പൂൺ ഉഴുന്ന്, 2 ടീസ്പൂൺ മതിയാവും. അതും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് പച്ചരി, ചവ്വരി അതായത് ടാപ്പിയോക്ക പോൾസ്, പിന്നെ നമ്മൾ ആഡ് ചെയ്തത് ഉഴുന്ന്. ഇത് ഇനി മൂന്നും നന്നായി കഴുകുക. സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി ഒന്നിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തത്. ഇതും ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇതിപ്പോൾ 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നന്നായി കഴുകി, അതായത് അരിയും ഉഴുന്നും ചവ്വരിയും നന്നായി കഴുകി കുതിർത്ത് ഒരു 5 മണിക്കൂർ വെച്ചതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു 2-3 ബാച്ചായി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഒറ്റ ബാച്ചിൽ നമുക്ക് അരയ്ക്കാൻ പറ്റും. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലെടുക്കുക. അതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക. പേസ്റ്റാക്കിയിട്ട് എല്ലാം അരഞ്ഞ് വരണം. കണ്ടില്ലേ, കുറച്ച് വെള്ളത്തോടെയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അതിൽ ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. എല്ലാ ബാച്ചും അരച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് റവ. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് റവയുണ്ട്. 1/4 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും പഞ്ചസാരയും ആഡ് ചെയ്യാനുണ്ട്. നമ്മളിതുവരെ ഉപ്പും പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അരയ്ക്കുമ്പോഴും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. പഞ്ചസാര നല്ലോണം ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചസാര അപ്പത്തിൽ കുറച്ചുകൂടെ പഞ്ചസാരയുടെ ടേസ്റ്റാണ്, മധുരം ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇത്ര മതി, ഈ ക്വാണ്ടിറ്റി കറക്റ്റായിരുന്നു. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂണേ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. റവ ആയതുകൊണ്ട് ഇതിൽ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ കൈ ഇതിൻ്റെ മെയിൻ ഫാക്ടറാണ്. അപ്പോൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലേറ്റ് കൊണ്ട് അടച്ചിട്ട് ഒരു 6 മണിക്കൂർ മാവ് പൊങ്ങാൻ വെക്കണം. അപ്പോൾ അനക്കാതെ ഒരു ചൂടുള്ള സ്ഥലം നോക്കി വയ്ക്കുക. അപ്പോൾ മാവ് പെട്ടെന്ന് പൊങ്ങി വരും. ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പാത്രം മാറ്റി. മാവ് പൊങ്ങി വന്നതുകൊണ്ട് പാത്രം പോരാതെ വന്നു. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി, കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ആക്കി. അപ്പം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടോ. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അപ്പത്തിന് നോൺ സ്റ്റിക്കിൻ്റെ അപ്പം പാനാണ്, അതിൽ ചുറ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏതാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ടുണ്ടാക്കുക. അപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കാണോ അല്ല ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാണെങ്കിലും അങ്ങനെയും ഉണ്ടാക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാൻ ഞാനിപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു സൈഡിലെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ, ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് വയ്ക്കാം, നമ്മൾ വാങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ തേങ്ങയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. പ്രോസസ്സെല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ഫെർമെൻറ്റ് ചെയ്യണം, അരയ്ക്കണം ഒക്കെ ഉണ്ട്. പക്ഷേ തേങ്ങയില്ല, നമുക്ക് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് നോക്കുക. അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത് കടലക്കറിയുടെ ഒപ്പമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 2-3 മിനിറ്റിന് ശേഷം കണ്ടില്ലേ ലൈറ്റ് ബ്രൗൺ നിറം വരും. അപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് അത് വാങ്ങാം. വേറെ പ്ലേറ്റിലേക്കോ സെർവിങ് പ്ലേറ്റിലേക്കോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി ഞാൻ അടുത്ത ഒരു തവി കൂടെ ഒഴിക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക.
എല്ലാ ഭാഗത്തേക്കും പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം. അതിന് ശേഷം അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തുറന്ന് നോക്കുക. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് സൈഡിലെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക. ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത് കടലക്കറിയുടെ ഒപ്പമാണ്. ഞാൻ ഓൾറെഡി കടലക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ലൈറ്റ് ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് പ്ലേറ്റിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി ഞാൻ ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടത്ര ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. എനിക്കും ഹസ്ബൻഡും വേണ്ടത്ര ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ നോക്കില്ലേ. തേങ്ങയില്ലാതെ എങ്ങനെ അപ്പം പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തന്നത്. അപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി സെർവ് ചെയ്തതാണ്. കടലക്കറി സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഗോൾഡൻ കളർ വന്നാലേ അപ്പം റെഡി ആവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മാവ് ടേസ്റ്റ് വരും. അപ്പം എല്ലാവരും ട്രൈ നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.